കണക്കുകളൊക്കെ പോറ്റി വീട്ടിൽ വെച്ചാ നോക്കിക്കൊണ്ടിരുന്നതേ. പിന്നെ നിങ്ങളെടുത്താകുമ്പോ ഫയലുകൾ വിശ്വസിച്ച് നയിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ആ, ഈ അലങ്കാരപ്പണിയൊക്കെ മോളുടെ വകയാ. ഇതിലാരാ ഡ്രൈവർ? ഞാനാ. ഈ വേഷമൊക്കെ മാറ്റി നാളെ മുതൽ ഡ്രൈവറെ കുപ്പായിട്ട് വന്നാ മതി. പിന്നൊരു കാര്യം, കണക്ക് കൃത്യമായിരിക്കണം. ഒരു പൈസ പോലും മോഷ്ടിക്കരുത്. കൊച്ചു രീതി കള്ളത്തരം കാണിച്ചാണ് വലിയ കള്ളന്മാരായിത്തീരുന്നത്. ശരിയാ, മുതലാളി തന്നെ എത്ര എളിയ തോതിലാ ഈ പണി തുടങ്ങിയെന്ന് അറിയാമോ? സോഡയോ കൊണ്ടുവരാം. ചെവി കേട്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണി എനിക്കല്ലോ അവന്. സോറി കേട്ടോ. യഥാർത്ഥ സുഹൃത്തുക്കളെ നാം അറിയുന്നത് തിന്മകളിലൂടെയാണ്, നന്മകളിലൂടെ അല്ല. ജോലി കിട്ടിയപ്പോ നിന്റെ സുഹൃത്തുക്കൾ സ്വാർത്ഥരായി, എന്റെ അളിയച്ചരടക്കം. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഉണ്ട്, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അഗത ക്രിസ്റ്റി എന്ന പ്രസിദ്ധ വനിതാ കുറ്റാന്വേഷണ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എ മാൻ ഇൻ ലവ് ഈസ് എ പാത്തറ്റിക് സൈറ്റ്. പ്രേമത്തിലകപ്പെട്ട യുവാവ് പരിതാപകരമായ ഒരു കാഴ്ചയത്രേ. എവിടുന്ന് സംഘടിപ്പിച്ചു വായിക്കൊള്ളാത്ത വാക്കുകളൊക്കെ? ബൈഹാർട്ട് പഠിച്ചതാ. പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട്? മുരളി, കുതിരകളെ കൊണ്ടല്ല, ആനകളെ കൊണ്ടല്ല, രഥങ്ങളോ കാലാൽപ്പടകളോ കൊണ്ടല്ല, സ്ത്രീയുടെ കടക്കണ്ണിന്റെ നോട്ടം കൊണ്ടാണ് നമ്മൾ സർവ്വരംഗത്തും ജയിക്കേണ്ടത്. പക്ഷെ ദുഷ്ടനും കരുത്തനുമായ ഒരു ആങ്ങളെ പോരിനുണ്ടെങ്കിലോ? കുഞ്ചുവിനെ ഉദ്ദേശിച്ചായിരിക്കും. അതെ, എന്റെ വത്സല എന്ന് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കുഞ്ചു എന്റെ മുന്നിൽ വെറും കൊഞ്ചു മാത്രമാണ്. മതി ചേച്ചി, ഇപ്പൊ തന്നെ വേറെ പൊട്ടാറായി. ഈ ഒരു ദോശ കൂടി നല്ല ചൂട് ദോശയാ. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പച്ചരി ഞാൻ വീട്ടിലെത്തിക്കണത് ഈ കഞ്ഞികൾക്ക് കഞ്ഞി വെക്കാൻ. കടയിൽ പോണില്ലേ നിങ്ങള്? അയ്യോ, കളക്ടർ സാർ പോയിട്ട് വേണമല്ലോ ബിൽ കളക്ടർക്ക് പോവാൻ. എന്താ മാഡത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? കുഞ്ചേട്ടാ, ഏത് ഷർട്ട് ഇസ്തിരിടാൻ പറഞ്ഞേ? ഇനിയും കഴിഞ്ഞില്ലേ, പോകാൻ സമയമായി. ഇപ്പൊ റെഡിയാക്കാം. ഈ ഗ്ലാസ് അങ്ങോട്ട് വെച്ചേ. ഇങ്ങ് തന്നെ. ഉച്ചയൂണിന് കാളനെ ഒഴിച്ചത് ഇഷ്ടാവോ നിനക്ക്? ആ, കള്ളന് കാളനാണല്ലോ ചേർച്ച. എന്തിയേ? ചേച്ചിയെ ഒരു വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പറഞ്ഞു കേട്ടില്ലേ, ഇച്ചിരി ഒന്ന് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഹങ്കാരം. വെറുതെ എന്തിനാ അവന്റെ മെക്കിട്ട് കയറണേ? ഓഹോ, അപ്പം നിനക്കും തിളച്ചു. കൊള്ളാം, രക്തബന്ധം. അല്ലെങ്കിൽ എനിക്കറിയാവടി, ഒടുവിൽ ഞാൻ പുറത്താവുമെന്ന്. ഇന്നലെ വരെ കാക്കാശിന് വകയില്ലാത്തവൻ കളക്ടറെ മാനായി. കൊള്ളാം. പക്ഷെ തുറച്ചാണ്ടി അച്ചു എന്നാരെ അവഹേളിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ. നിന്നെയും കൊല്ലും, ഞാനും കൊല്ലും, അവനെയും മരിക്കും. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? തെറ്റിപ്പോയി. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും, ഞാനും മരിക്കും. കുറെ ആയല്ലോ ഈ കൊലവിളി നടത്താൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിലും കുരയ്ക്കണ പട്ടി കടിക്കില്ലെന്നാ. എന്താടി പറഞ്ഞേ? പട്ടിയെന്നോ? യോ, എന്താ ഇവിടെ ഒരു കൊലവിളിയാ കേട്ടത്? അളമുട്ടിയാൽ ചേരയും ചീറ്റും ചിലപ്പോ കടിച്ചെന്ന് വരും, ഓർമ്മയിലിരിക്കട്ടെ. ചേര കടിച്ച വിഷം ഉണ്ടാവില്ലെന്ന് ഈ വക്ക് പൊട്ടിയവനറിയാവോ? മരമാക്രി. പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിലേ താനോട് എത്തിരിക്കും. ആ ഇല്ലെന്നാ ഞാനല്ലേ പറയണത്. സ്റ്റോക്ക് എത്തിച്ചോളാന്ന് പറഞ്ഞില്ലേ? ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ഹലോ, ഐ ആം മനു കൃഷ്ണ. അയ്യോ, ഇതാരും മനുമോനോ? എപ്പോ എത്തി? ജസ്റ്റ് നൗ. ഇപ്പൊ വന്നതേ ഉള്ളൂ അങ്കിൾ. പോറ്റി എവിടെ? എന്റെ മോനെ, പോറ്റിക്ക് തീരെ വയ്യ. അതുകൊണ്ട് വക്കീല് പറഞ്ഞിട്ട് കണക്ക് പിള്ളമാരെ ഈ പിള്ളേരെ അങ്ങോട്ട് നിയമിച്ചു. ഐ സി. എന്താ പേര്? കുഞ്ചു. ഞാൻ MC പ്രകാശൻ. 2 ആഴ്ചയായി മോനെ കണ്ടേ ഇല്ലല്ലോ. ബിസിനസ് ടൂറിലായിരുന്നു. അച്ഛനിപ്പോ തീരെ വയ്യല്ലോ. എന്തായാലും കൃഷ്ണൻ ഭാഗ്യം ചെയ്ത ആളാ. വയ്യെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൻ ചുണയുള്ളൊരു മോനുണ്ടല്ലോ. എനിക്കൊരിക്കലും കൃഷ്ണനെ മറക്കാൻ പറ്റില്ല. എന്റെ തുടക്കത്തിലെ എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാ. കോളേജിൽ പോകുന്നില്ലേ? നേരം പുലർന്നാ പിന്നെ അവക്ക് ഒരുങ്ങാനേ നേരമുള്ളൂ. എന്നാലോ സമയത്തൊട്ട് പോകത്തുമില്ല. ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നേ. നാളെ കോയമ്പത്തൂർക്ക് കുറച്ച് അവലയക്കണം. നെല്ല് തീരെയില്ല. ഉണ്ടെങ്കിൽ ഒരു 2 ലോഡെങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഓക്കെ ഓക്കെ, ഡസന്റ് മാറ്റർ. ഒരു നമ്പർ ട്രൈ ചെയ്തേ. 777-477. 777-477. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ സാർ. യെസ്. ഹലോ, മനു ഹിയർ. 2 ലോഡ് നെല്ല് അങ്കിളിന് അയച്ചേക്കണം. ഗോഡൌണിൽ നിർത്താൽ മതി. ഓക്കെ ഓക്കെ.
മില്ലിൽ ഇപ്പൊ ലോറി എത്തും. വലിയ ഉപകാരം. സമയായി, ഞാൻ പോവാട്ടോ. ഓ ടൈം. പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. ലേബർ ഓഫീസറെ കാണണം, പിന്നെ ബാങ്കിൽ ഒന്ന് പോണം. അങ്കിൾ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഓ. ആന്റിയോടും പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം മോനെ. ഓക്കെ ബൈ, സീ യു. ഗ്ലാസ് മേടിക്കടാ. ഓ താങ്ക് യു, ബൈ. നിനക്ക് പാര വക്കീലാന്നാ ഞങ്ങൾ ധരിച്ചത്. പക്ഷെ ഇപ്പോ നിനക്കും വക്കീലും ചേർത്തൊരു വലിയ പാര. മനു കൃഷ്ണ, നെല്ല് വാങ്ങി മറച്ചു വിൽക്കുന്ന ഒരു മൊത്തക്കച്ചവടക്കാരൻ. ഒക്കെ കൂട്ടി കിഴിച്ചു നോക്കുമ്പോ അവൾക്ക് എന്തുകൊണ്ടും യോഗ്യൻ അയാളാണെന്ന് എനിക്ക് തോന്നുന്നു. ആണുങ്ങളായി ജനിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ജനിക്കണം. എന്തായാലും ഒരു പത്രാസ്. ബൈക്കിൽ ചെത്തി വന്ന് നിൽക്കുന്നു. കൂളിംഗ് ഗ്ലാസ് വിത്ത് ചങ്ങല ഊരി പോക്കറ്റിൽ ഇടുന്നു. കീ വിരലിലിട്ട് വട്ടം കറക്കിക്കൊണ്ട് രാജകീയ ഭാവത്തോടെ കണ്ടു കഴിഞ്ഞാൽ കൊതി ഒന്നിപ്പോടെ. അത് മാത്രം, എന്താണ് അയാൾക്ക് അവിടെ ഒരു സ്വീകരണം? മുതലാളി ഓച്ചാനിച്ച് നിൽക്കുന്നു, അവൾ ചായ കൂട്ടുന്നു. നീ മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചോ? അമ്മയോടെന്നുള്ള വ്യാജന അവൻ കേൾക്കാൻ അവളുടെ ഒരു യാത്ര പറച്ചില്. കൂട്ടിലിട്ട് വെരികിനെ പോലെയായിരുന്നു പിന്നീട് അവന്റെ അവസ്ഥ. അത് നീ ശ്രദ്ധിച്ചോ? ആ പിന്നെ എന്തൊക്കെ നമ്പറുകളായിരുന്നു. ലേബർ ഓഫീസറെ കാണണം, ബാങ്കിൽ പോണം. എടാ മുരളി, 9ാം ക്ലാസ്സിന്റെ ഓർമ്മയുമായി കഴിയുന്നവല്ലേ നീ? അതേ 9ാം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് എഴുതിയ ഒരു പരീക്ഷയുണ്ട്. അതില് 10ൽ 10 മാർക്കും കിട്ടുന്ന ഒരു ചോദ്യമുണ്ട്. ഓർക്കുന്നുണ്ടോ നീ? ചേരുംപടി ചേർക്കുക. അതെടാ, ചേരുംപടി ചേർത്തപ്പോ ആ കോളത്തിൽ അവൾക്ക് ചേരുന്നത് മനു കൃഷ്ണ തന്നെ. സത്യം. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ മനസാക്ഷി എന്നോടൊന്ന് പറയുന്നുണ്ട്. എനിക്കത് മതി, വിശ്വസിക്കാനും ആശ്വസിക്കാനും. നിന്റെ മനസാക്ഷിക്കും വിവരമില്ലേ? ആ മാരാമംഗലത്ത് രാമൻ നായർ വന്നാലേ ഞാൻ മില്ലിലുണ്ടെന്ന് പറഞ്ഞേക്കൂ. മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എനിക്ക് മനസ്സിലായില്ലെന്ന് മുതലാളിക്ക് മനസ്സിലായെന്ന് മനസ്സിലായി. ഓ എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഇങ്ങനൊരു സാധനം ആ കടക്കിലയുടെ ചെവി കൂടി കൊണ്ടുവാ. മാരാമംഗലത്ത് രാമൻ നായർ വന്നാല് ഞാൻ മില്ലുണ്ടെന്ന് പറഞ്ഞേക്കുക. മനസ്സിലായോടാ കഴുതേ? മനസ്സിലായി. കൊടയും കൊണ്ടുതാ. ഭണ്ഡാരം. വണ്ടി വിടറാ. മാരാമംഗലത്ത് രാമൻ നായർ വന്നാല് കഴുത മില്ലിലുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായി. ഒന്ന് ഫോൺ ചെയ്യണായിരുന്നു. ഓ ഹലോ, ഇത് ഞാനാ, സന്ധ്യ. വീട്ടിൽ നിന്ന് തന്നെയാ. അച്ഛൻ മില്ലിൽ പോയി. അമ്മ അടുക്കളയിലാ. ദേ പറഞ്ഞ പോലെ നാളെ കാലത്ത് ഫസ്റ്റ് ബസ്സിന് ഞാൻ പുറപ്പെടും കേട്ടോ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞു. ദേ ഇയാളെ ബസ് സ്റ്റോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ടൗണൊന്നും വലിയ നിശ്ചയില്ലാത്ത. ബസ് ഇറങ്ങുമ്പോ തന്നെ ഇയാളെ കണ്ടില്ലെങ്കിൽ മടക്കം ബസ്സിൽ തന്നെ ഞാൻ തിരിച്ചു വരും. സത്യം. അയ്യോ, അമ്മ വിളിക്കുന്നുണ്ട്. എന്നാ എല്ലാം പറഞ്ഞ പോലെ വെക്കട്ടെ. ചീറി പാഞ്ഞു വരുന്ന ബൈക്ക് നോക്കൂ. ആരാണ് ആ യുവ കോമളൻ? മനു കൃഷ്ണ. മുതുകിൽ മുഖം ചേർത്ത് മയങ്ങുന്ന ആ സുന്ദരിയോ? അതെ, അവൾ തന്നെ, സന്ധ്യ. അവളുടെ കരം കവർന്നുകൊണ്ട് അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ സല്ലപിക്കുന്നു, ഉല്ലസിക്കുന്നു, രണ്ടിണ കുരുവികളെ പോലെ. 2 പേരുണ്ടായിട്ടും എന്റെ ഒരു ഐസ്ക്രീം മാത്രം വാങ്ങിയത്? കണ്ടില്ലേ, അയാൾ നുണഞ്ഞതിൽ പാതി ഐസ്ക്രീം അവൾക്ക് കൂടിയുള്ളതാണ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾക്ക് കഥാപ്രസംഗം പോലെ എന്തൊക്കെ തോന്നിയ സംഗതികളാ പറയുന്നത്? എടാ, നാളെ നടക്കാൻ സാധ്യതയുള്ള ചില സംഭവങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലേ ഉള്ളൂ. നിന്നെ തോൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല. ഇനി വിദ്യാവതിരിക്കാൻ അങ്ങനെയൊക്കെ പറയുന്നത്. സത്യം ഉണ്ടാ, അച്ഛനെയും അമ്മയും വെട്ടിച്ച് നാളെ കാലത്ത് ടൗണിലെത്താമെന്ന് അവൾ അവന് വാക്കുകൊടുത്തു. ഞങ്ങൾ അതിന് സാക്ഷികളാ. നിന്റെ മനസ്സിലുള്ള പഴയ സന്ധ്യയല്ല, വളരെ പ്രാക്ടിക്കൽ അവളിപ്പോ. നീയൊക്കെ ചങ്ങമ്പുഴയുടെ ആ രമണന്റെ കാലത്ത് ജനിക്കേണ്ടവനാ. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ പിന്മാറില്ലെന്ന് വെച്ചാ അതിന്റെ ദൂഷ്യം ഞങ്ങൾക്കാ. തൊഴിലില്ലാത്തൊരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലടാ. വീട്ടിലിപ്പോ എന്തൊരു നല്ല മര്യാദ എന്നറിയോ? നേരാൻ നേരത്തിന് ഭക്ഷണം, പരിചരിക്കാൻ പെങ്ങന്മാര്. കുടുംബത്തിൽ വീണ്ടും ഒരു റബലായി ജീവിക്കേണ്ട കാര്യം ഓർക്കാൻ കൂടെ വയ്യടാ. ഒര നിറഞ്ഞു നിൽക്കുന്ന ഒന്നിനെങ്കിലും കെട്ടിച്ചൂടാൻ ചിട്ടിച്ചേർന്നിരിക്കാൻ ഞാൻ. എന്റെ ചിട്ടി എങ്ങാനും പൊട്ടിച്ച സത്യമായിട്ട് നിന്നെ തട്ടുമുരളി. സ്വന്തം കഞ്ഞിന്ന് കിട്ടിയ പാറ്റെ ആരാന്റെ കഞ്ഞിലും കൊണ്ടിടണോ? നിനക്കെന്തത്ര നിർബന്ധം? ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ, പിന്നെ ഞാൻ വിഡ്ഢിയാണോ അല്ലയോ എന്നുള്ള കാര്യം നാളെ അറിയാം. നാളെയോ? ഇതെന്താ ഒരുമാതിരി ഭാഗ്യക്കുറി അനൗൺസ്മെന്റ് പോലെ? നാളെ? അതെ, എന്റെ നറുക്കെടുപ്പ് നാളെയാ.